രണ്ടാം ഘട്ടത്തിൽ വോട്ടർമാർ ആവേശത്തോടെ വിധിയെഴുതുന്നു. ഉച്ചവാർത്തയിൽ ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വിധിയെഴുത്തിൽ മികച്ച പോളിംഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഉച്ചവരെ 40% പോളിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. തൃശൂരിൽ കള്ളവോട്ട് ആരോപണം. മത്സരരംഗത്ത് 38,994 സ്ഥാനാർത്ഥികൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. ജനവിധി സർക്കാരിനെതിരാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. UDF വൻ വിജയം നേടുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ജമാഅത്തെ പോലുള്ള വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചാണ് LDF-ഉം UDF-ഉം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് K. സുരേന്ദ്രൻ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങൾ സുപ്രീം കോടതി തീരുമാനിക്കും. സുധാംശു ധൂലിയ സമിതി ഓരോ പേരുകൾ വീതം നൽകണം. അടുത്ത ബുധനാഴ്ച മുദ്രവെച്ച കവറിൽ നൽകണം. കോടതി തീരുമാനം ഗവർണറും സർക്കാരും തമ്മിൽ സമവായത്തിലെത്താത്ത സാഹചര്യത്തിൽ സിസ തോമസിന്റെ കാര്യത്തിലാണ് എതിർപ്പെന്ന് സർക്കാർ. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതിയെന്ന് VD സതീശൻ. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന KPCC അധ്യക്ഷന്റെ നിലപാട് തള്ളി പ്രതിപക്ഷ നേതാവ്. വെൽ ഡ്രാഫ്റ്റഡ് പരാതിയെന്ന് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. ജാമ്യ ഹർജിയുമായി രാഹുലിന്റെ സുഹൃത്തും രണ്ടാം പ്രതിയുമായ ജോബി കോടതിയിൽ. രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 ഇന്ന് ചണ്ഡീഗഡിൽ. മത്സരം രാത്രി 7 മണി മുതൽ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത് 1-2 ഗോളുകൾക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. വടക്കൻ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്കാണ് വോട്ടെടുപ്പ് അവസാനിക്കുക. ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് 40%-ലധികം പോളിംഗ് കടന്നു. പലയിടത്തും കള്ളവോട്ടുകൾ നടന്നതായി പരാതിയുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ വോട്ടെടുപ്പിന്റെ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തൃശൂരിൽ നിന്ന് ഹരീഷ്, മലപ്പുറത്ത് നിന്ന് TK അരവിന്ദൻ, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ്, വയനാട് നിന്ന് രതീഷ് കുഞ്ചത്തൂർ, കണ്ണൂരിൽ നിന്ന് അജയ്നാഥ്, കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരം. വലിയ ആത്മവിശ്വാസത്തിലാണ്, പ്രത്യേകിച്ച് 40%-ലധികം പോളിംഗ് കടന്നപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ചേരുന്നു. വർഷ, ഉച്ചവരെ ആകുമ്പോഴേക്കും ആദ്യ പകുതി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. 40%-ലധികം പോളിംഗ് കടന്നു. പല ജില്ലകളിലും 7 ജില്ലകളിലും 40%-ലധികമാണ് പോളിംഗ്. വലിയ ആവേശത്തിലാണ് വോട്ടർമാർ വിധി എഴുതുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. വർഷയുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തകരാറുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വർഷയിലേക്ക് തന്നെ മടങ്ങിയെത്താം. വർഷ, 40%-ലധികം പോളിംഗ് ആണ് ആദ്യ പകുതിയിൽ രേഖപ്പെടുത്തിയത്. മനസ്സിലാക്കുന്നതനുസരിച്ച് 7 ജില്ലകളിലും 40% പോളിംഗ് പിന്നിട്ടു. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ ആവേശമല്ലേ വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്?
അതെ, തീർച്ചയായും വലിയ ആവേശം തന്നെയാണ് വോട്ടർമാരെല്ലാം ഉള്ളത്. ഉച്ചയാകുമ്പോഴേക്കും തന്നെ പകുതിയോളം തന്നെ വോട്ട് 50% എത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ കാര്യം. കോഴിക്കോടിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ 45% പോളിംഗ് എത്തി എന്നുള്ളതാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ 45% പോളിംഗ് എത്തിയത് കൊണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ പോളിംഗ് മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% വരെ എത്താനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം. അതുകൊണ്ട് തന്നെ ഇവർ വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ഇത്ര ദിവസം ഒരു മാസം നീണ്ടുനിന്ന പ്രചരണം എല്ലാം ഫലം കണ്ടു എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും പറയുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ തന്നെ വടക്കൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടന്നിരുന്നു. ആ ഒരു അവരുടെ കഠിനാധ്വാനത്തിന് ഫലം കാണുന്ന രീതിയിലുള്ള പോളിംഗ് ആണ് എന്തായാലും നിലവിലുള്ളത്. എന്തായാലും നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഇതോടെ തന്നെ അറിയാം, നല്ല രീതിയിലുള്ള ഒരു ഉച്ചയാണ്, വെയിലിന്റെ സമയമാണ് എങ്കിലും നല്ല രീതിയിലുള്ള ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെലവൂർ GLPS സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെല്ലാവരും പറയുന്നത്. അതേ രീതിയിൽ തന്നെ തിരക്ക് തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. വലിയ രീതിയിലുള്ള നീണ്ട ദിനം തന്നെയാണ് എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ആശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത്. എന്തായാലും കോഴിക്കോട് വടക്കൻ കേരളത്തിലും ജനങ്ങളുടെ ആ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര വലിയ രീതിയിൽ പ്രചരണം നടത്തിയിട്ട് വോട്ട് ചെയ്യാൻ ആരും എത്തിയില്ലെങ്കിൽ അത് സൂചിപ്പിച്ച പോലെ തന്നെ ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഉച്ച സമയമാണെങ്കിൽ കൂടി വർഷം നിന്ന ബൂത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു നീണ്ട നിര തന്നെയാണ്. ഹരീഷിലേക്ക് വരികയാണെങ്കിൽ, ഹരീഷ് തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്. ഹരീഷ്, തൃശ്ശൂരിൽ 43% പോളിംഗ് പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? ഉച്ചവരെ ആകുമ്പോൾ ആദ്യ പകുതിയിലെ ഒരു പൊതുചിത്രം എങ്ങനെയാണ്? അമ്പിളി, വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഈ ഉച്ച വരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വോട്ടർമാരൊക്കെ വളരെ നേരത്തെ തന്നെ എത്തി. ഇപ്പോഴും പല ബൂത്തുകളിലും നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മോടൊപ്പം തൃശ്ശൂർ മേയർ ചേരുന്നുണ്ട്. മേയറുടെ വോട്ട് വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട്. മേയറെ, എങ്ങനെയാണ് വോട്ട് ചെയ്തോ? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞാൻ കാലത്ത് നിന്ന് 10:30 തന്നെ എൻ്റെ ഡിവിഷൻ നമ്പർ 13 ബൂത്ത് നമ്പർ 5 ഹോളി ഫാമിലിയിൽ വോട്ട് ചെയ്തു. കഴിഞ്ഞും തിരിച്ചു പോന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വോട്ട് ഞാനും നശിപ്പിക്കാൻ ഇടയാകണ്ട. കാരണം പല സ്ഥലത്തും വോട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് സമയത്തിന് തന്നെ പോയി ചെയ്ത് തിരിച്ചു വന്നു. മേയറുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇത്തവണ ഈ കോർപ്പറേഷൻ്റെ ഭരണം അത് തുടരുമോ, അല്ലെങ്കിൽ അതൊരു ഭരണ മാറ്റം ഉണ്ടാകുമോ? എന്താണ് പറയാനുള്ളത്? ഞാൻ നീണ്ട 5 വർഷക്കാലമായിട്ട് കോർപ്പറേഷൻ്റെ മേയറാണ്. ഇന്നവരെ ആർക്കും തന്നെ അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടില്ല. എനിക്ക് മാത്രമാണ് കിട്ടിയത്. പിന്നെ ഉള്ളത് നമ്മുടെ ബന്ധു, ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ ആർ ബിന്ദുവിനാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഈ 5 വർഷക്കാലം ഞാൻ ഇടതുപക്ഷവുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. ഇടതുപക്ഷത്തിൻ്റെ കാലഘട്ടത്തിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെ ഞാൻ UDFൻ്റെ കൂടെയും കൗൺസിലറായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. 2000 മുതൽ ഈ പറയുന്ന 2025 വരെ ഞാൻ കൗൺസിലുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ തുടക്കത്തിൽ 2020 മുതൽ 25 ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 2000 വന്നു. അന്ന് 46 പേരുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ കോർപ്പറേഷൻ UDF വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2005 വന്നു. 2005 എന്തുണ്ടായി? അത് ഇടതുപക്ഷം പിടിച്ചെടുത്തു. ഇടതുപക്ഷം പിടിച്ചതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ UDFലേക്ക് 2010 മുതൽ 2015 വരെ അതുപോലെ UDF ഭരിച്ചു. ആ UDF ഭരിക്കുന്ന കാലത്ത് വികസനം മൊത്തത്തിലുണ്ടായത് നമ്മൾ പ്രത്യേകം ഒന്ന് പരിശോധിക്കേണ്ടത്. അന്ന് 58 കോടിയുടെ വികസനമാണ് 5 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത്. എന്നാൽ അതിനുശേഷം 2015 മുതൽ 20 വരെ വന്ന ഇടതുപക്ഷം 1000 കോടി രൂപയുടെ വികസനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ രേഖകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ഒപ്പം തന്നെ 2020 മുതൽ 25 വരെ ഞാൻ വന്നതിന് ശേഷം 1500 കോടി രൂപയുടെ വികസനം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ പാർട്ടി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ നിശ്ചയമായും ഇടതുപക്ഷം അധികാരത്തിൽ വരും. പക്ഷേ ഒരു കാര്യം കൂടി ഉള്ളത്, ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ നമുക്കറിയാം ഒരു കോർപ്പറേഷൻ്റെ മാത്രം പ്രവർത്തനം വിലയിരുത്തിയിട്ടായിരിക്കില്ല. കാരണം പ്രബുദ്ധരായ ജനമാണ് കേരളത്തിലുള്ളത്. അവർ ഈ പറയുന്ന സർക്കാരിൻ്റെ, അതായത് കേരളത്തിൻ്റെ മൊത്തം, അതുപോലെ തന്നെ സർക്കാരിൻ്റെ കൂടി ഭരണ വിരുദ്ധതയുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രവർത്തനം കൂടി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു 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 സന്ദേശമായിരിക്കും പുറത്തേക്ക് ജനങ്ങൾ അത് വോട്ട് ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്നതെന്നാണ് എൻ്റെ നിശ്ചയം. മേയർ എന്തായാലും ഇത്തവണ മത്സരത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അടുത്തൊരു ടൈമിൽ അല്ലെങ്കിൽ ഒരു നിയമസഭയാണോ ലക്ഷ്യം? എന്താണ്? എന്തായാലും നിങ്ങൾ തന്നെ അത് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനതിന് യോഗ്യനാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ.
കാരണം അതിന് ഒരു നല്ല സന്ദേശം. പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയ നിയമസഭയ്ക്കുള്ള ഒരു ചൂണ്ടപ്പലയാണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ. ആ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ചൂണ്ടപ്പല വലിയ ആത്മവിശ്വാസമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF നല്ല ആത്മവിശ്വാസത്തോടെയാണുള്ളതെന്നും ചരിത്ര വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFന് വലിയ പിന്തുണ ലഭിക്കുന്നുവെന്നാണ് ഇതുവരെയുള്ള ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശബരിമല വിഷയമൊന്നും ഒരു തരത്തിലും തിരഞ്ഞെടുപ്പിൽ ഏശില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDFൻ്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ LDFനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. കണ്ണൂരിൽ ബൂത്ത് ഏജന്റിന് നേരെ അക്രമം. കണ്ണൂർ പട്ടുവം അരിയിൽ 8ാം വാർഡ് LDF ബൂത്ത് ഏജന്റ് PP അബ്ദുള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. അബ്ദുള്ളയെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ ലീഗ് എന്ന് LDF ആരോപിച്ചു. പട്ടുവം അരിയിൽ LDF ബൂത്ത് ഏജന്റിന് നേരെ നടന്നത് UDF നേതാക്കളുടെ ആസൂത്രിത അക്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കള്ളവോട്ട് തടയുന്നതിനിടയിലാണ് ബൂത്ത് ഏജന്റ് PP അബ്ദുള്ളയ്ക്ക് മർദ്ദനമേറ്റത്. സംഭവത്തിൽ LDF ശക്തമായി പ്രതിഷേധിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, കണ്ണൂരിലേക്ക് വരുമ്പോൾ UDFന് ഏക ഭരണം നിലനിൽക്കുന്ന ഒരു കോർപ്പറേഷൻ കണ്ണൂർ മാത്രമാണ്. ഒപ്പം തന്നെ 43% പോളിംഗ് ശതമാനം കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിൽ, കാരണം ഭേദപ്പെട്ട പ്രകടനത്തേക്കാൾ ഒരു മികച്ച പ്രകടനമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ജില്ല കൂടിയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ സമാധാനപരമായി തന്നെയല്ലേ വോട്ടിംഗ് പുരോഗമിക്കുന്നത്? പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് പറയാൻ. പക്ഷേ ഒറ്റപ്പെട്ട ഒന്നിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. PV സജീവൻ എന്ന് പറയുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നു. CPM ആണ് അക്രമത്തിന് പിന്നിലെന്ന് UDF ആരോപിച്ചു. അതോടൊപ്പം തന്നെ കണ്ണൂർ പട്ടുവം അരിയിൽ 8ാം വാർഡ് LDF ബൂത്ത് ഏജന്റിനും മർദ്ദനം വെക്കുന്ന സാഹചര്യമുണ്ടായി. CPM പറയുന്നത് ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിലേക്ക് ഒരു മർദ്ദനം അഴിച്ചുവിട്ടത്, അല്ലെങ്കിൽ ഒരു അക്രമം അഴിച്ചുവിട്ടത് എന്ന തരത്തിലേക്കുള്ളൊരു പരാമർശം LDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഗോവിന്ദൻ MV ഗോവിന്ദൻ ഉൾപ്പെടെ അത്തരം പരാമർശമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു അനിഷ്ട സംഭവം, വോട്ട് ചെയ്യാൻ നിന്ന ഒരു ലോട്ടറി തൊഴിലാളി, ലോട്ടറി ജീവനക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. മറ്റുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 43% പോളിംഗ് കിടക്കുന്നു. ഇപ്പോൾ ഉച്ച എന്നുള്ളൊരു എന്തിനൊരു തിരക്ക് ഒരു കുറച്ച് കുറവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും തന്നെ നല്ല നിലയിലുള്ള തിരക്കായിരുന്നു എല്ലാ ബൂത്തുകളിലും, കണ്ണൂർ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ഒരു ചെറിയൊരു തിരക്ക് ഇപ്പോൾ കുറവുണ്ട് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷവും വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രധാനമായും സുധാകരൻ ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടായി. ആ കോർപ്പറേഷൻ കൈവിട്ട് കളയുന്ന സാഹചര്യം ഉണ്ടാവില്ല. അവിടെ മറ്റ് മുന്നണികൾക്ക് ഒരു കാരണവശാലും മറ്റ് മുന്നണികൾ അധികാരത്തിലെത്താൻ സാധ്യതയില്ല എന്നാണ് സുധാകരൻ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി പറയുന്നു. അതായത് UDFൻ്റെ സംഘം വലിയ പീഡനത്തിൻ്റെ ഒരു സംഘമായി മാറുന്നു. അവർ വൈകൃതമായ ഒരു ലൈംഗിക വൈകൃതമായ ഒരു നേതൃത്വമായി UDF സംഘം മാറുന്നു എന്നടക്കമുള്ള വലിയ ആരോപണം, വലിയ വിമർശനം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇനിയും പോളിംഗ് നടക്കുവാൻ വേണ്ടിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ആളുകൾ ഇനിയും വോട്ട് ചെയ്യാനുണ്ട്. 9 ലക്ഷത്തോളം വോട്ടർമാർ മാത്രമാണ് നിലവിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. 21 ലക്ഷത്തോളം വോട്ടർമാർ ഉള്ള ജില്ല കൂടിയാണ്
അതുകൊണ്ട് തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ എല്ലാം ഉണ്ട്. 1025 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 50 മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന 50 ബൂത്തുകളുണ്ട്. അവിടെയെല്ലാം സംഘർഷം കണക്കിലെടുക്കാതിരിക്കാൻ കഴിയില്ല. ഉച്ചയ്ക്ക് ശേഷവും ചെറുതല്ലാത്ത രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ വളരെ സമാധാനപരമായി തന്നെയാണ്, ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നിലവിൽ സമാധാനപരമായി തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷവും ആ നിലയിൽ തന്നെ പുരോഗമിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ എങ്കിൽ പോലും ചിലയിടങ്ങളിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അമ്പിളി, ശരി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പല ബൂത്തുകളിലും ഉച്ചസമയത്തും വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. എന്തായാലും എല്ലാ ബൂത്തുകളിലും ഈ ഉച്ചസമയത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മലപ്പുറത്ത് സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഉച്ചനേരത്തും വോട്ടർമാരുടെ ഒരു നീണ്ട നിര പലയിടത്തും ദൃശ്യമാണ്. പോളിംഗ് ശതമാനം 50 കവിഞ്ഞു. മലപ്പുറത്ത് നിന്നും ടി കെ അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളൊരു ജില്ല. പോളിംഗ് ശതമാനം ഉച്ചയാകുമ്പോഴേക്ക് തന്നെ 50% കവിഞ്ഞ സാഹചര്യമാണ്. വലിയ ആവേശത്തോടെ വോട്ടർമാർ വിധി എഴുതുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം. 36,18,851 വോട്ടാണ് മലപ്പുറത്തുള്ളത്. ഇത്രയധികം വോട്ടർമാരുള്ള ജില്ലയായിട്ടും മലപ്പുറത്ത് അതിൻ്റെ പോളിംഗ് സുഗമമായി പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഇതുവരെ 50% പോളിംഗ് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 78.92% പോളിംഗ് ആണ് മലപ്പുറം ജില്ലയിൽ നടന്നിരുന്നത്. ഇതിനോടൊപ്പം നിൽക്കുന്ന ഒരു പോളിംഗ് ഉണ്ടാവുമെന്നാണ് നിലവിലെ ഈ പോളിംഗ് കാണുമ്പോൾ നമുക്ക് സൂചന ലഭിക്കുന്നത്. എന്തായാലും രാവിലെ 5-6 പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് വൈകിയതൊഴിക്കൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ജില്ലയിൽ നിന്ന് എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് വലിയ തോതിലുള്ള പ്രചരണമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്. 3 മുന്നണികളും ഇക്കാര്യത്തിൽ ഒരുപോലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് തന്നെയാണ് പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൻ്റെ എല്ലാ പ്രതിഫലനം ഇന്നത്തെ
പോളിംഗിൽ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ മുന്നണികൾ കണക്കുകൂട്ടുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ അവരുടെ പ്രതീക്ഷയും. ഏതാണ്ട് 50% പോളിംഗ് ഇതുവരെ നടന്നു കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം വിവിധ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പോളിംഗ് സ്റ്റേഷനിൽ പോലെ തന്നെ നല്ല തിരക്കാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ മന്ദഗതിയിലാണ് പോളിംഗ് ആരംഭിച്ചത്. പിന്നീട് ഒരു 9 മണിയോടുകൂടി വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എന്തായാലും പോളിംഗ് സമാധാനപരമായി ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ശരി, തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും സജീവ ചർച്ചാ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. കോൺഗ്രസിനടക്കം ലഭിച്ച പരാതികളിൽ ഇരയായ ആളുകൾ പങ്കുവച്ച ആശങ്കകൾ പരിശോധിച്ചാൽ അവരെ കൊന്നുതള്ളുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഭയക്കുന്നു. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല എത്തി. മുഖ്യമന്ത്രി ആദ്യം CPM-ലെ സ്ത്രീലമ്പടന്മാരെ നിലയ്ക്ക് നിർത്തണമെന്നാണ് കോൺഗ്രസ് നേതാവ് ചെന്നിത്തല പറഞ്ഞത്. സ്ത്രീപീഡനം നടത്തിയ അനേകം പേരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചിട്ടുണ്ട്. പിള്ള നയം എടുക്കുന്നത് ശരിയല്ല. സ്വർണ്ണക്കവർച്ച കേസിൽ 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാർ അറസ്റ്റിലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സാരോപദേശം കോൺഗ്രസിന് വേണ്ടെന്നും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പീഡന പരാതികൾ ഒതുക്കി തീർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ആദ്യം CPM-ലെ സ്ത്രീലമ്പടന്മാരെ അദ്ദേഹം നിലയ്ക്ക് നിർത്തട്ടെ. സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് CPM-നാണ്. ഒരു മുൻ MLA 2 ആഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്, ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിൽക്കുന്ന ആളിനെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത്. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി മുഖ്യമന്ത്രി 13 ദിവസം പൂഴ്ത്തിവെച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. കോൺഗ്രസുകാരെ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ച മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിസഭയിലും ഓഫീസിലും ഇടതുമുന്നണിയിലെ MLA-മാർക്കിടയിലും ലൈംഗിക ആരോപണം നേരിട്ട എത്ര പേരുണ്ടെന്ന് പരിശോധിക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. പീഡകർക്ക് കഷായം വെച്ചുകൊടുക്കുന്ന പണിയാണോ മുഖ്യമന്ത്രി നടത്തുന്നത് എന്നായിരുന്നു BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. നല്ല വക്കീലും ചാക്കിൽ പണവുമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന അവസ്ഥയാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിയുടെ നാടകം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലുള്ളവർ. നട്ടെല്ല് നിവർത്തി നിന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രതിപക്ഷ നേതാവില്ലാത്തതാണ് ഇന്ന് കേരളം നേരിടുന്ന പ്രതിസന്ധിയെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾക്ക് നാണവും മാനവുമുണ്ടോ? 11 ദിവസം മുൻപ് താങ്കളെ കണ്ട് അതിജീവിത നേരിട്ട് പരാതി നൽകിയിട്ടും ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ നിഷ്ക്രിയമാക്കി നിർത്തി. എങ്ങനെയാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത്? താങ്കളല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്? കോൺഗ്രസിനുള്ളിൽ സ്ത്രീലമ്പടന്മാരെന്ന പിണറായി പറഞ്ഞത് അല്പത്തരമെന്നാണ് K. സുധാകരൻ പ്രതികരിച്ചത്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും ശബരിമല കൊള്ള നേരാവണ്ണം അന്വേഷിച്ചാൽ പിണറായിയിലെത്തുമെന്നും അദ്ദേഹം ആരോപിച്ചു. അത് അദ്ദേഹത്തിന്റെ അല്പത്തരം. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? അയാളിനെ സമ്മതിക്കല്ലേ എന്നർത്ഥം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി KK രമയും രംഗത്തെത്തി. മുഖ്യമന്ത്രിക്ക് സ്വല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അവർ കോഴിക്കോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായി മാത്രമേ കാണാനാകൂ. സ്ത്രീ സമൂഹത്തിന് അനുകൂലമായ പ്രസ്താവനയായി കാണാൻ കഴിയില്ലെന്നും രമ കൂട്ടിച്ചേർത്തു.
സ്വന്തം പാർട്ടിയിൽ ഇതുപോലെ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുത്തതിന് ശേഷമാണ് അത്തരം പ്രസ്താവനകൾ നടത്തേണ്ടത്. അല്ലാത്തതെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിട്ട് മാത്രമേ കാണാനുള്ളൂ. അത് സ്ത്രീ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രസ്താവനയായിട്ട് ഒരു തരത്തിലും കാണാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരെ സുപ്രീം കോടതി തീരുമാനിക്കും. മുദ്രവെച്ച കവറിൽ ഓരോ പേരുകൾ നൽകാൻ ജസ്റ്റിസ് സുധാംശു ധൂലിയയ്ക്ക് നിർദ്ദേശം നൽകി. ബുധനാഴ്ചയ്ക്കകം പേരുകൾ നൽകാനാണ് നിർദ്ദേശം. ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ഒരു പേരിൽ മാത്രമാണ് പ്രശ്നമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. നിയമനം വൈകുന്നതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. അതേസമയം കോടതി നിർദ്ദേശം സർക്കാർ സ്വാഗതം ചെയ്തു. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗ് വീണ്ടും ഇന്ന് മുതൽ തുടങ്ങും. മണ്ഡലപൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണി മുതലാണ് ആരംഭിക്കുക. ഡിസംബർ 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ഭക്തർക്ക് ബുക്ക് ചെയ്യാം. ശബരിമല online.org എന്ന വെബ്സൈറ്റിലൂടെയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഡിസംബർ 26-ന് 30,000 പേർക്കും ഡിസംബർ 27-ന് 35,000 പേർക്കും സ്ലോട്ട് ലഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 മത്സരം ചണ്ഡീഗഡിൽ നടക്കും. ആദ്യ മത്സരത്തിൽ വമ്പൻ ജയം നേടി ഇന്ത്യ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 മുന്നിലാണ്. ആദ്യ മത്സരത്തിൽ 101 റൺസിന്റെ കൂറ്റൻ ജയം നേടിയെങ്കിലും മുൻദിന ബാറ്റർമാരുടെ പ്രകടനം ഇന്ത്യയെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ മുൻനിര തകർന്നടിഞ്ഞപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത്. ഈ വിജയത്തോടെ സിറ്റി 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം ഞായറാഴ്ച ക്രിസ്റ്റൽ പാലസിനെതിരെയാണ്. 1ാം സ്ഥാനത്ത് ആഴ്സണൽ വിജയക്കുതിപ്പ് തുടരുന്നു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അമൃത ന്യൂസ് യൂട്യൂബിൽ വാർത്തകൾ തുടരും.